ഈ കോലത്തിൻ്റെ പവറൊന്നും വേറെ ഒരു ദിക്കിലും കാണില്ല. അതാ ഭഗവതി ആ പൂക്കളുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ കാണാം. അതും പഴയ കാലത്ത് ഉണ്ടായിരുന്നത് പവിഴം കൊണ്ട് കെട്ടിയ 2.5 പവിഴമാലയും 4.5 പവിഴമാലയും 2 ഇഴയിലുള്ള അവിൽമാലയൊക്കെയായിരുന്നു. ഇന്നിപ്പോൾ അതിന് കൂടിയുണ്ട്. അത് ഓരോരുത്തർ വഴിപാട് ചെയ്യുന്ന 3-4 മാലയുണ്ട് കോലത്തിന്. അത് സ്വർണം തന്നെയുള്ളൂ. മറ്റുള്ള പൂക്കൾ ചേർത്ത ഇത് സ്വർണ്ണ കോലത്തുമില്ല. ചെറ്റിയോ മന്ദാരോ നന്ദ്യാരവട്ടോ തുളസിയോ അങ്ങനെയുള്ള മാല കൊണ്ട് പുറത്ത് കെട്ടും. ഊരകത്തമ്മതിരിയുടെ കോലം പോലെ വേറെ ലോകത്തിലൊരു കോലം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് പഴമക്കാർ പറയാറ്. പ്രത്യേകിച്ച് അതിന്റെ ഗോളക ഇങ്ങനെ ഉദിച്ചു കാണുന്ന ഗോളക, എല്ലാ അംഗങ്ങളും വേറെ വേറെ കാണുന്ന ഗോളക വേറെ ഇല്ല. അതുമാതിരി കോലത്തിന്റെ ആകൃതി വളരെ മനോഹരമായിട്ടുള്ള ആകൃതിയാണ്. അധികം നീണ്ടിട്ടുമല്ല, അധികം പരന്നിട്ടുമല്ല, പാകത്തിന് ആനയുടെ മസ്തകത്തിന് യോജിച്ചിട്ടുള്ള വലിപ്പം. അങ്ങനെയുള്ള കോലം വളരെ വളരെ അപൂർവമാണ്, ഇല്ല എന്ന് തന്നെ പറയാം.